പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചകളിലാണ്. നമ്മളൊക്കെ സാധാരണ എന്താണ് വിചാരിക്കാറുള്ളത്? പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തകർച്ച, ഇതൊക്കെ ആയിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ്. അതുമല്ലെങ്കിൽ ഭരണപക്ഷം കൊണ്ടുവരാൻ പോകുന്ന പുതിയ നിയമ ബില്ലുകളെ കുറിച്ചായിരിക്കും ചർച്ച. എന്നാൽ ഇത്തവണ കഥ മാറാൻ പോവുകയാണ്. ഈ മൺസൂൺ സമ്മേളനത്തിൽ ഇതൊന്നുമല്ല. ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ മാരകമായ ഒരു വിഷയമായിരിക്കും ചർച്ചയാകാൻ പോകുന്നത്. വിഷയം മറ്റൊന്നുമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ യഥാർത്ഥത്തിൽ ജനവിധിയിൽ പരാജയപ്പെട്ട നരേന്ദ്രമോദിയെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വിജയിപ്പിച്ചു വിട്ടത് എന്ന ഞെട്ടിക്കുന്ന ആരോപണം. പ്രതിപക്ഷം ഇത് വെറുതെ വായുവിൽ പറയുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ കൃത്യമായ തെളിവുകളും ഡാറ്റകളുമായിട്ടാണ് ഇത്തവണ അവർ പാർലമെന്റിലേക്ക് വണ്ടി കയറിയത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ പുതിയ തലമുറയെയും യുവാക്കളെയും ഈ ഒരു സത്യം ഒട്ടും സംശയമില്ലാതെ ബോധ്യപ്പെടുത്തും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാരണാസിയിൽ തോറ്റ നരേന്ദ്രമോദിയെ വിജയിപ്പിച്ച ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു വൻ പുകിലായിരിക്കും ഈ മൺസൂൺ സമ്മേളനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? നമുക്കത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. 2024 ജൂൺ മാസം 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം നമ്മളെല്ലാവരും രാവിലെ മുതൽ ടിവിക്ക് മുന്നിലോ മൊബൈലിലോ ഒക്കെ ലൈവ് റിസൾട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഇടം. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങി. 1-ാം റൗണ്ട് കഴിഞ്ഞു, 2-ാം റൗണ്ട് കഴിഞ്ഞു, അങ്ങനെ 3, 4, 5, 6, 7 റൗണ്ടുകൾ പിന്നിട്ടു. സമയം 11 മണിയാകുന്നു, 12 മണിയാകുന്നു, 12:30 മണിയൊക്കെ ആകുന്നു. സാധാരണ ട്രെൻഡ് അനുസരിച്ച് തുടക്കത്തിലെ റൗണ്ടുകളിൽ തന്നെ മോദി വലിയ ഭൂരിപക്ഷത്തിന് മുന്നിൽ കയറേണ്ടതാണ്. എന്നാൽ അന്ന് സംഭവിച്ചത് എന്താണ്? ഓരോ റൗണ്ട് കഴിയുമ്പോഴും നരേന്ദ്രമോദി പിന്നിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി അജയ് റായ് മുന്നിലും. ആലോചിച്ചു നോക്കൂ, വാരണാസി പോലെ BJPയുടെ ഏറ്റവും ശക്തമായ കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ദയനീയമായി പിന്നിൽ നിൽക്കുന്നു എന്ന വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരുന്ന ആ സമയം BJP ക്യാമ്പുകൾ വരെ നിശബ്ദമായ നിമിഷം. കൃത്യം 12:30 ആയപ്പോഴാണ് ആ വലിയ അത്ഭുതം സംഭവിച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പെട്ടെന്ന് വാരണാസി മണ്ഡലവുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതങ്ങ് ബ്ലോക്കായി. സൈറ്റ് ഹാങ് ആയതാണോ അതോ മനഃപൂർവ്വം ബ്ലോക്ക് ചെയ്തതാണോ? പിന്നെ ഒരു 2-2.5 മണിക്കൂർ നേരത്തേക്ക് യാതൊരു വിവരവുമില്ല. മാധ്യമങ്ങൾക്കും ഡേറ്റ കിട്ടുന്നില്ല, പൊതുജനങ്ങൾക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. ഈ 2.5 മണിക്കൂറിന് ശേഷം സൈറ്റ് വീണ്ടും റീഓപ്പൺ ആകുന്നു. അപ്പോഴാണ് ഒരു മാജിക് അവിടെ സംഭവിക്കുന്നത്. അതുവരെ നരേന്ദ്രമോദി പിന്നിലാണെന്ന് കാണിച്ചുകൊണ്ടിരുന്ന സൈറ്റിൽ പെട്ടെന്ന് ഫൈനൽ റിസൾട്ട് വരുന്നു. കൗണ്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് നരേന്ദ്രമോദി ഇതാ വിജയിച്ചിരിക്കുന്നു. ഇവിടെയാണ് പ്രതിപക്ഷം ചോദ്യം ഉയർത്തുന്നത്. ഈ സൈറ്റ് ബ്ലോക്കായ ആ 2.5 മണിക്കൂറിനിടയിൽ ആ റൂമിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വോട്ടുകൾ എണ്ണി തീർക്കുന്നതിന് പകരം അവിടെ എന്തെങ്കിലും തിരിമറി നടന്നോ? ഇതിന് ആരുടെയെങ്കിലും പക്കൽ കൃത്യമായ മറുപടി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നത്. നമ്മളിൽ പലരും രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴോ ജനാധിപത്യം ഭീഷണിയിലാകുമ്പോഴോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചോദിക്കാറുണ്ട്, എവിടെ രാഹുൽ ഗാന്ധി? രാഹുൽ എന്താണ് ഒന്നും മിണ്ടാത്തത്? അദ്ദേഹം എന്താണ് പുറത്തിറങ്ങാത്തത് എന്നല്ല. എല്ലാവർക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വേണം. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, അദ്ദേഹം നടത്തുന്ന വലിയ വലിയ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക കാർഷിക പ്രതിസന്ധികളെക്കാൾ വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിച്ചു ജനങ്ങളുടെ വോട്ട്
കട്ടെടുത്തു എന്നതാണ്. ഇതിനെയാണ് പ്രതിപക്ഷം ചുനാവ് ചോരി അല്ലെങ്കിൽ ജനാധിപത്യത്തെ മോഷ്ടിക്കൽ എന്ന് വിളിക്കുന്നത്. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നിരന്തരമായി പോരാടുമ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ നമ്മൾ മടിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വോട്ടിംഗ് അട്ടിമറി വലിയ ചർച്ചയായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രധാന മാധ്യമങ്ങൾ, നമ്മൾ ഗോഡി മീഡിയ എന്ന് വിളിക്കുന്ന വലിയ ചാനലുകൾ ഇത്തരം ചർച്ചകളെ ഏറ്റുപിടിക്കാൻ തയ്യാറായോ? ഇല്ല. അവർ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റ് പല വർഗീയ വിഷയങ്ങളും കൊണ്ടുവന്ന് ഇതിനെ അങ്ങ് മുക്കിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഈ സത്യം പുറത്തു വന്നാൽ തകരുന്ന ചില ബിംബങ്ങളുണ്ട് ഇവിടെ. ഇനി ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒരു ചരിത്രപരമായ ഉദാഹരണം നോക്കാം. അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്ന കേസ് എല്ലാവർക്കും അറിയാമല്ലോ. ആ കേസിൽ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വി.ഡി. സവർക്കർ. എന്നാൽ കോടതി സവർക്കറെ വെറുതെ വിട്ടു. എന്തുകൊണ്ടാണ് സവർക്കറെ വെറുതെ വിട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? സവർക്കർ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. സവർക്കർക്കെതിരെ കൃത്യമായ ഗൂഢാലോചനയുടെ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സാങ്കേതികപരമായി ആ തെളിവുകളെ കോടതിയിൽ നിയമപരമായി സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ആ സാങ്കേതികത്വത്തിന്റെ മറവിലാണ് അന്ന് സവർക്കർ രക്ഷപ്പെട്ടത്. സമാനമായ ഒരവസ്ഥയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലും നടക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടു എന്നതിന് ഒരുപാട് സാഹചര്യ തെളിവുകൾ രാജ്യത്തിന് മുന്നിലുണ്ട്. പക്ഷേ അതൊന്നും സാങ്കേതികമായി കോടതിയിലോ പൊതുസമൂഹത്തിലോ തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഡിജിറ്റൽ ഡാറ്റകളും കാര്യങ്ങളും അട്ടിമറിക്കുന്നു. മാത്രമല്ല, ഇതിനുള്ള പ്രധാന തെളിവുകൾ നിരന്തരമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെയും ഞെട്ടിക്കുന്നതുമായ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടത്. 2026 ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച 4000-ഓളം EVM മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് പെട്ടെന്ന് തീപിടിക്കുന്നു. അവയൊക്കെ കത്തി അമരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടെണ്ണൽ കഴിഞ്ഞ് കേസുകളോ പരാതികളോ നിലനിൽക്കുന്ന സമയത്ത് ഈ മെഷീനുകൾ എങ്ങനെ കത്തിയമർന്നു? ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ തോതിൽ തെളിവ് നശിപ്പിക്കലുകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. പോരാത്തതിന് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള യഥാർത്ഥ വോട്ടിംഗ് ഡാറ്റ പരിശോധിക്കാൻ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെയോ രാഷ്ട്രീയ പാർട്ടിക്കോ യാതൊരു ആക്സസും കൊടുക്കുന്നില്ല. എല്ലാം രഹസ്യമാണ്. യഥാർത്ഥത്തിൽ 2024 റിസൾട്ട് വന്നപ്പോൾ BJP കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തിയെന്നാണ് ഔദ്യോഗികമായി കാണിച്ചതെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നായിരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ വാരണാസിയിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. മോദി പരാജയപ്പെട്ടു എന്നുറപ്പായ ആ 2.5 മണിക്കൂറിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ലോക്കാകുന്നതും പിന്നീട് വോട്ടിംഗ് നില അട്ടിമറിച്ച് നേരെ തിരിച്ചാക്കുന്നതും. അതായത് ജയിച്ച സ്ഥാനാർത്ഥിയെ തോറ്റതാക്കി മാറ്റി തോറ്റ മോദിയെ 1-ാം സ്ഥാനത്ത് എത്തിച്ചു. ഇപ്പോൾ പലരും മോദിയെ പുകഴ്ത്തുന്നത് കാണാം. ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്നൊക്കെ. എന്നാൽ നെഹ്റു ജനവിധി അട്ടിമറിച്ചോ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടോ അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ പോയി ഇരുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ട ഒരാൾ വോട്ടിംഗ് അട്ടിമറിയിലൂടെ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കണോ ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്? ഡോക്ടർ BR അംബേദ്കർ എഴുതി വെച്ച ഭരണഘടന പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുന്നത് തന്നെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു ഗുരുതരമായ വിഷയത്തിൽ ഇത്തവണ പാർലമെന്റ് കത്താൻ പോവുകയാണ്. ഇതിനാവശ്യമായ എല്ലാ കൃത്യമായ തെളിവുകളും ശേഖരിച്ച് ഈ മൺസൂൺ സമ്മേളനത്തിൽ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. രാജ്യം വലിയൊരു ജനാധിപത്യ അട്ടിമറിയുടെ സത്യങ്ങൾ കേൾക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.